അതുകൊണ്ട് തന്നെ പല സെൻസിറ്റീവ്കാർക്കുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരും അടുക്കളയിലും ഈ ഡയറ്റൊക്കെ എടുക്കണവരുടെ വീട്ടിലും കാണുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഇത് നമ്മുടെ സ്കിൻ കെയറിൽ എന്തോരം ഗുണമുള്ളതാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻകാർക്ക്. വേറെ ഒന്നുമല്ല, ഓട്സ് ആണ്. ഓട്സ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യണത് നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ നോക്കാം കേട്ടോ. അതുമാത്രമല്ല, ഓട്സിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഓട്സിൽ ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റും എവൻതെറാമിഡസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻഗ്രീഡിയൻസുകളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചർമ്മത്തിനെ ഭയങ്കര ശാന്തമാക്കി വെക്കാൻ, നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഉണ്ടല്ലോ അത് നിലനിർത്താനും നല്ല സമാധാനമാക്കി വെക്കാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഓട്സ് കേട്ടോ. അതുകൊണ്ട് തന്നെ പല സെൻസിറ്റീവ്കാർക്കുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റിലും ഈ കൊളോയിഡൽ ഓട്സ് മീൽ ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഗുണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം സെൻസിറ്റീവ് സ്കിന്നുകാരുടെയാണ് പറയണത്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഓട്സ് യൂസ് ചെയ്യണത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അവരുടെ സ്കിന്നുണ്ടല്ലോ നമ്മുടെ ഓട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ജെന്റിലായിട്ട്, അത് അവർക്ക് മാത്രമല്ല, അതായത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മാത്രമല്ല പല ടൈപ്പ് സ്കിന്നുകാർക്ക് ഭയങ്കര ജെന്റിലായിട്ട് സ്കിൻ ഇരിക്കാനായിട്ട് ഓട്സ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് ഹൈഡ്രേഷന്റെ കേസാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ ഉണ്ടല്ലോ ഇത് നിലനിർത്താനായിട്ട് ഓട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല സൂതിങ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ്, ഡ്രൈനെസ്, ഇതിനൊക്കെ ഓട്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അടുത്തത് ജെന്റിൽ ക്ലൻസിങ് ആണ്. അതായത് നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഫൈനായിട്ട് പൊടിച്ച് വെക്കുക. ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യണത് നന്നായിട്ട് സ്കിന്ന് വൃത്തിയാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരു 2 സ്പൂൺ ഓട്സ് എടുക്കുക. അത് ഒന്നില്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ അല്ലെങ്കിൽ യോഗട്ടിൽ, ഇതിൽ രണ്ടിലും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് വെക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഓടിപ്പോയി പച്ചവെള്ളത്തിൽ കഴുകരുത്. ചെറിയൊരു വാം വാട്ടറിൽ, അതായത് ചെറിയൊരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. വീക്കിലി ട്വൈസ്, 1-2 തവണ മാത്രം ഓട്സ് യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തത് പലരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് ആണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഓട്സ് ഉണ്ടല്ലോ ഇത് കഴുകി കളയുന്ന സമയത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഉരച്ച് കളയുക. ഇത് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് വഴിയാക്കും കേട്ടോ. അപ്പം ഭയങ്കര ജെന്റിലായിട്ട് മാത്രം നമ്മൾ കഴുകി കളയാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എക്സ്ഫോളിയേഷൻ്റെ കേസാണ്. അതായത് എല്ലാ ദിവസവും എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എക്സ്ഫോളിയേഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ ഉണ്ടല്ലോ അതിനെ റിമൂവ് ചെയ്ത് കളയുന്നതിനെയാണ്. ഓട്സിൽ എന്ന് വെച്ചാൽ തരി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസം ചെയ്താൽ സ്കിന്നിൻ്റെ ഷെയ്ഡ് മാറി കുറച്ച് ഡാർക്ക് ആവാൻ, അല്ലെങ്കിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല ഡ്രൈനെസ് ഉണ്ടാക്കാനൊക്കെ കാരണമാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് നാരങ്ങാനീര് ചേർത്ത് ഉപയോഗിക്കുക. ഓട്സിൽ നാരങ്ങാനീര് ചേർത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ അലർജി ഉണ്ടായിട്ട് ഉപയോഗിക്കുകയാണ്. അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, കൈയോടെ നിർത്തിക്കോട്ടോ, ഉപയോഗിക്കണം. അടുത്തത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓട്സിനോട് അലർജി ഉള്ളവരാണ്. ഓട്സിനോട് അലർജി ഉള്ളവരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്യേണ്ട കേട്ടോ. രണ്ടാമത്തെ സെൻസിറ്റീവ് സ്കിന്നിന് ഓട്സ് ഭയങ്കര ബെറ്റർ ആണെങ്കിലും അവർ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനടി അത് റിമൂവ് ചെയ്യുക, പിന്നെ യൂസ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സ്മൂത്ത് ആക്കി വെക്കണം, അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ഐറ്റം ആണ്. അല്ലാണ്ട് ഇത് എല്ലാ സ്കിൻ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണെന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വരുന്നത് നമ്മുടെ തൈര് ഉണ്ടല്ലോ, തൈര് ഫേസിൽ പരട്ടിയാൽ ഉണ്ടാവുന്ന കുറച്ച് ഗുണങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ മിസ്സാക്കാണ്ട് കാണണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.